കേരളം വിധിയെഴുതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 70% പോളിംഗ് എന്ന് ആദ്യ റിപ്പോർട്ടുകൾ. 3 മുന്നണികളും വിജയപ്രതീക്ഷയിൽ. ഇനി 38 ദിനങ്ങളുടെ കാത്തിരിപ്പ്. അടുത്ത 5 വർഷം ഇന്ത്യ ആര് ഭരിക്കും? കേരളം വിധി എഴുതിക്കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മലയാളികൾ ആവേശത്തോടെ സ്വീകരിച്ചു എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് വെള്ളിയാഴ്ച രാവിലെ മുതൽ എല്ലാ മണ്ഡലങ്ങളിലും കാണാൻ കഴിഞ്ഞത്. കോട്ടയം, ആലപ്പുഴ, മാവേലിക്കര, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 70%-ലധികം പോളിംഗ് നടന്നതായാണ് ആദ്യ റിപ്പോർട്ടുകൾ. അന്തിമ റിപ്പോർട്ടിൽ കണക്കുകൾക്ക് വ്യത്യാസം വരും. ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് മണ്ഡലങ്ങളിലാണ് കൂടുതൽ പോളിംഗ്. ഇവിടെ ആദ്യ റിപ്പോർട്ടിൽ തന്നെ 73%-ലധികമാണ് പോളിംഗ് നടന്നത്. കേരളത്തിൽ 20 സീറ്റും UDFന് കിട്ടുന്ന വിധത്തിലുള്ള തരംഗമാണ് കാണാൻ കഴിയുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥിയുമായ KC വേണുഗോപാൽ പറഞ്ഞു. ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ അധികാരത്തിലെത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുവമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു KC വേണുഗോപാൽ. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി, കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി നന്നായിട്ട് തെരഞ്ഞെടുപ്പിൽ വിജയം നേടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ്. ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ഫീൽഡ് റിപ്പോർട്ടുകൾ അനുസരിച്ച് വളരെ നല്ല മികച്ച വിജയം നേടും ഇന്ത്യ മുന്നണി, കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി. തീരദേശത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 20 സീറ്റും ഐക്യജനാധിപത്യ മുന്നണി നേടുന്ന തരംഗമാണ് കേരളത്തിലുള്ളത്. UDF അനുകൂല തരംഗമാണ് കേരളത്തിലുള്ളത്. ഒരു സംശയം വേണം. അതുകൊണ്ട് ഒരു തരംഗം വരുന്നാൽ ആണ് ഈ വോട്ടിംഗ് നില ശക്തിപ്പെടുക. UDFന് അനുകൂലമായ തരംഗമുണ്ട്, കോൺഗ്രസിന് അനുകൂലമായ തരംഗമുണ്ട്. കൺവീനർ BJP ചർച്ച നടത്തിയ 90% ചർച്ചകൾ പൂർത്തിയായിരുന്നു. പക്ഷേ പിണറായി വിജയന്റെ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് പിന്മാറിയെന്ന്. എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? അതെ, ഇത് മാത്രമാണോ? ബംഗാളിലെ CPM ഓഫീസൊക്കെ ഇപ്പോൾ എവിടെയാണ്? കംപ്ലീറ്റ് BJP അല്ലേ? അവർക്ക് എന്ത്? ബംഗാളിലും ത്രിപുരയിലും CPMന്റെ പ്രാദേശിക ഓഫീസ് മുതൽ സ്റ്റേറ്റ് ഓഫീസ് വരെ അത് ഓഫീസ് തന്നെ അങ്ങ് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് BJP ഓഫീസായിട്ട്. അവരുടെ എത്ര MLA-മാരാണ് BJP ചേർന്നിരിക്കുന്നത് കണക്ക് നമ്മൾ പറയാമല്ലോ. ഇവിടെ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട കോൺഗ്രസ്സുകാരൻ പോകുന്നതിനെ കുറിച്ചാണോ അവർ പറയുന്നത്? ഒരു തെരഞ്ഞെടുപ്പിൽ 100% വിജയം ഉറപ്പെന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് AM ആരിഫ് അവകാശപ്പെട്ടു. ആലപ്പുഴയിൽ മത്സരം LDFും UDFും തമ്മിലാണെന്നും ത്രികോണ മത്സരം ഇല്ലെന്നും ആരിഫ് വ്യക്തമാക്കി. കുതിരപ്പന്തി TKMM സ്കൂളിൽ സമ്മതിദാന അവകാശം നിർവഹിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നല്ല പോളിംഗ് ഉണ്ടായാലും നല്ല വിജയം ഉണ്ടാവും. കഴിഞ്ഞ തവണ ഒരാളെ ഉള്ളായിരുന്നു ഇവിടെ. എന്തായാലും നല്ല അംഗസംഖ്യ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായും അതൊക്കെ LDFന് അനുകൂലമായി തന്നെ വരും. കാരണം LDF ആ തീരദേശ മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങളും കുടുംബയോഗങ്ങളും അതുപോലെ തന്നെ തീരദേശ പര്യടനങ്ങളും എല്ലാം സൂചിപ്പിക്കുന്നത് വലിയ തരത്തിൽ LDFന് അനുകൂലമായ ഒരു തരംഗം തന്നെ സൃഷ്ടിക്കും. ഈ ലാസ്റ്റ് മൊമെന്റിലെ എന്താ തോന്നുന്നത്? ഇവിടെ ത്രികോണ മത്സരം എന്നൊക്കെ പറയുമ്പോഴും എന്താണ് ഫീൽ ചെയ്യുന്നത്? ത്രികോണ മത്സരമൊന്നുമില്ല. ഇവിടെ മത്സരം നടക്കുന്നത് LDF. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് കൃഷിമന്ത്രി P. പ്രസാദ് അഭിപ്രായപ്പെട്ടു. നൂറനാട് CBM ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയ പ്രതീക്ഷയാണുള്ളത്. രാജ്യത്തിൻ്റെ പൊതു സാഹചര്യവും കേരളത്തിൻ്റെ പ്രത്യേകതയും എല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വോട്ടുകൾ രേഖപ്പെടുത്തപ്പെടുമെന്നും മുൻകാലങ്ങളിലെല്ലാം ഉണ്ടായതിനേക്കാൾ വലിയ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ലഭ്യമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കോട്ടയം പാമ്പാടി MGM ഹൈസ്കൂളിലെ 102-ാം ബൂത്തിൽ മന്ത്രി VN വാസവൻ വോട്ട് രേഖപ്പെടുത്തി. കുടുംബസമേതമായിരുന്നു മന്ത്രി വോട്ട് ചെയ്യാനെത്തിയത്. സംസ്ഥാനത്ത് ഇടതുമുന്നണി തരംഗമാണെന്ന് VN വാസവൻ പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 20-19 സീറ്റും UDF നേടിയിരുന്നു. അത് ഇക്കുറി 20-20 ആക്കുമെന്നാണ് UDF നേതാക്കളുടെ അവകാശവാദം. എന്നാൽ ഇക്കുറി UDF നേടുന്നതിൽ കൂടുതൽ സീറ്റുകൾ LDF നേടുമെന്ന് ഇടതുമുന്നണി നേതാക്കളും അവകാശവാദം ഉന്നയിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ 4-ലധികം സീറ്റുകൾ നേടി NDA അക്കൗണ്ട് തുറക്കുമെന്നാണ് BJP നേതാക്കൾ അവകാശപ്പെടുന്നത്. മാവേലിക്കര മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാർ കായംകുളം ചേരാവള്ളി LP സ്കൂളിലെ 98-ാം നമ്പർ ബൂത്തിലും NDA സ്ഥാനാർത്ഥി ബൈജു കലാശാല മാവേലിക്കര താമരക്കുളം പഞ്ചായത്ത് ഹാളിൽ 163-ാം നമ്പർ ബൂത്തിലും വോട്ട് രേഖപ്പെടുത്തി. വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാർ മൂലം തലവടി പഞ്ചായത്തിലെ ഗവൺമെന്റ് ന്യൂ LP സ്കൂളിലെ 120-ാം നമ്പർ ബൂത്തിലും കരുമാടി ഹൈസ്കൂളിലെ 149, 150 ബൂത്തുകളിലും 1 മണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു. കാവാലം പഞ്ചായത്ത് വടക്കൻ വെളിയനാട് ഗവൺമെന്റ് LP സ്കൂളിലെ 19, 20 ബൂത്തുകൾക്ക് സമീപം അക്രമ സംഭവം ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഒരേ പാർട്ടിയിൽ തന്നെ പെട്ട വ്യക്തികൾ തമ്മിലായിരുന്നു സംഘർഷം സൃഷ്ടിച്ചത് എന്നാണ് സൂചനകൾ. 1.5 മാസം നീണ്ട പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷമായിരുന്നു വെള്ളിയാഴ്ച പാർട്ടി പ്രവർത്തകരും സ്ഥാനാർത്ഥികളും ഉൾപ്പെടെ ജനാധിപത്യത്തിലെ യജമാനന്മാർ പോളിംഗ് ബൂത്തിലെത്തിയത്.
ഇനി കൃത്യമായി പറഞ്ഞാൽ ഇതിന്റെ ഫലമറിയണമെങ്കിൽ 38 ദിവസങ്ങൾ കാത്തിരിക്കണം. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. BJPയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് EP ജയരാജനുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് ആവർത്തിച്ച് ആലപ്പുഴ മണ്ഡലം NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. നന്ദകുമാറിനെതിരെ കേസെടുക്കാൻ ജയരാജൻ ഭയപ്പെടുകയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. EP ജയരാജനുമായിട്ട് ദല്ലാൽ നന്ദകുമാറിനെ ദല്ലാളെന്ന വാക്ക് പറയില്ലെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പക്ഷെ അത് അറിയാതെ നമ്മൾ വരികയാണ്. നന്ദകുമാറും EP ജയരാജനും ശോഭാ സുരേന്ദ്രനും കൂടിയിരുന്നുകൊണ്ട് ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുകയും നന്ദകുമാറിനെതിരായിട്ട് കേസ് കൊടുക്കാൻ ജയരാജൻ ഭയപ്പെടുകയും നന്ദകുമാറിന്റെ കയ്യിലുള്ള രേഖകളെ ഭയപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഞാൻ മാധ്യമ സുഹൃത്തുക്കൾക്കും കേരളത്തിലെ പൊതുസമൂഹത്തിനും അത് വിട്ടുതരികയാണ്. ശോഭാ സുരേന്ദ്രൻ പറയുന്നു ചർച്ചകൾ നടന്നിട്ടുണ്ട്, ജയരാജൻ പറയുന്നു ചർച്ചകൾ നടന്നിട്ടില്ല. ബാക്കി കാര്യങ്ങൾ ഇവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ ആലോചിച്ച് തീരുമാനിക്കട്ടെ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ എന്താണ് പറയേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പ് ദിവസം ചേർത്തലയിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്താണ് ശോഭാ സുരേന്ദ്രൻ EP ജയരാജനുമായി BJPയിൽ ചേരുന്ന കാര്യം ചർച്ച ചെയ്തെന്ന് വീണ്ടും ആരോപിച്ചത്. എന്നാൽ ചർച്ച നടന്നിട്ടില്ലെന്നാണ് ജയരാജൻ പറയുന്നതും. ഇതു സംബന്ധിച്ച് വ്യക്തമായ തീരുമാനത്തിൽ പൊതുജനങ്ങൾ എത്തിച്ചേരട്ടെ എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ വിധിയെഴുത്താണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേരളത്തിലെ ഗവൺമെന്റിന്റെ വിലയിരുത്തലല്ല തെരഞ്ഞെടുപ്പെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് പരാജയം സമ്മതിക്കലാണെന്നും ചെന്നിത്തല പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള വിലയിരുത്തലായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് വിലയിരുത്തലല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് പരാജയ സമ്മതിക്കൽ തന്നെയാണ്. കേരളത്തിൽ UDF 20-ൽ 20 സീറ്റ് നേടും. വൻപിച്ച മുന്നേറ്റമാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. ജനാധിപത്യവും മതേതരത്വവും അതോടൊപ്പം തന്നെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും, ഭരണഘടന സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയെ അധികാരത്തിലേറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് അതിൻ്റെ മുന്നണിയിൽ നിൽക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായി വിധിയെഴുത്തുണ്ടാകും എന്ന പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. UDFന്റെ വൻപിച്ച മുന്നേറ്റമാണ് സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലും കാണാൻ കഴിയുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. CPIMന്റെ ചിഹ്നം നഷ്ടപ്പെടാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. ഹരിപ്പാട് മണ്ണാറശാല UP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ സാമുദായിക നേതാക്കളും തങ്ങളുടെ സമ്മതിദാന അവകാശം നിർവഹിക്കാൻ എത്തിയിരുന്നു. ആ റിപ്പോർട്ടുകളിലേക്ക്. രാജ്യം ആര് ഭരിക്കണം എന്ന് വിധിയെഴുതാൻ വിവിധ സാമുദായിക നേതാക്കളും ബൂത്തുകളിൽ എത്തിയിരുന്നു. ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലെ ബൂത്തിലെത്തിയാണ് അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുത്തോട്ടവും സഹായമെത്രാൻമാർ തോമസ് തറയിലും സമ്മതിദാന അവകാശം നിർവഹിച്ചത്. NSS ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് G. സുകുമാരൻ നായർ വാഴപ്പള്ളി സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയത്. CSI സഭ മുൻ അധ്യക്ഷൻ റവറൻ തോമസ് കെ ഉമ്മൻ തലവടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ഈ തെരഞ്ഞെടുപ്പിൽ ചെറുപ്പക്കാരുടെ മുന്നേറ്റമാണ് നടക്കുന്നത്. അവർ ആർക്ക് വോട്ട് ചെയ്യുമോ ആ സ്ഥാനാർത്ഥിയായിരിക്കും വിജയിക്കുകയെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. NDA മുന്നണി ഭരണത്തിൽ തുടരുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വലിയ ചെറുപ്പക്കാരുടെ മുന്നേറ്റം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അവർ എവിടെയൊക്കെയാണ് കുത്തുന്നത് ആർക്കും അറിയാനുള്ളതല്ല. ആ ചെറുപ്പക്കാർ ഇവിടെ എല്ലാം അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. അതിനായിരിക്കത്തോളം മുൻതൂക്കം കിട്ടാൻ പോവുക. കാരണം ചെറുപ്പക്കാർ നമ്മൾ ആരും വിചാരിക്കുന്ന രീതിയിലല്ല ഒരു പാർട്ടിക്കോ അടിമയോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയുടെ വാലോ ചൂലോ ആയിട്ടല്ല അവർ നിൽക്കുന്നത്. അവർ സ്വന്തമായ അഭിപ്രായത്തിൽ നിന്നുകൊണ്ട് വോട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക വിശേഷത ഈ വർത്തമാനകാലത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് ആര് ജയിക്കും ആര് തോക്കും എന്ന് പ്രവചിക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല. ആർക്കും തർക്കമില്ല. 180 കൊണ്ട് കോൺഗ്രസിന് എല്ലാം ജയിച്ച എത്ര സീറ്റ് കിട്ടും? ഒരു ജില്ലാ സീറ്റ് കിട്ടും. അത്രയല്ലേ ഉള്ളൂ. ഇവിടെ ഭരിക്കാനുണ്ട്. ഇവിടെ തർക്കം അവർ തന്നെ പറയണം. 350 കിട്ടും, 400 കിട്ടും. എല്ലാ തർക്കമുള്ളൂ. പിന്നെ അതിപ്പോൾ തർക്കം നിങ്ങൾക്കും എനിക്കും ആർക്കും ഇല്ലല്ലോ. കണിച്ചുകുളങ്ങര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭാര്യ പ്രീതി നടേശനൊപ്പമായിരുന്നു വെള്ളാപ്പള്ളി വോട്ട് ചെയ്യാനെത്തിയത്. ഓരോ വോട്ടിൻ്റെയും പ്രാധാന്യം പൊതുജനങ്ങൾക്ക് ബോധ്യമാക്കി കൊടുക്കുന്ന മാതൃകാപരമായ പ്രവർത്തനമാണ് സാമുദായിക നേതാക്കൾ കാഴ്ചവെച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NSSനെ സമദൂര നിലപാടെന്ന് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി സെന്റ് തെരേസാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു G. സുകുമാരൻ നായർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് സമദൂരത്തിലാണ്. അതുകൊണ്ട് ഞങ്ങളൊരു പ്രത്യേക അഭിപ്രായം പറയുന്നത് ശരിയാണ് എന്ന് എനിക്കറിയാം. എങ്കിലും ജനാധിപത്യവും മതേതരത്വവും എന്ന താല്പര്യം സംരക്ഷിക്കുന്ന
സംരക്ഷിക്കണം എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. ഈ സംസ്ഥാന സർക്കാരിനെതിരെയൊക്കെ നേരത്തെ വലിയ ജനവികാരം ഉണ്ടായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഞാനതിനെപ്പറ്റി ഒരു കാരണം ഇപ്പോൾ പറഞ്ഞാൽ അത് ശരിയാവില്ല. അല്ല, ദേശീയ രാഷ്ട്രീയമായിരിക്കുമോ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുക? അതോ രണ്ടും ചർച്ചയാകും. ശരിക്കും മതേതരത്വവും ജനാധിപത്യവും അതല്ലേ നമ്മുടെ നെടുംതൂങ്ങുകൾ. അത് BJP-ക്കെതിരെ എന്ന് പറയാൻ പറ്റില്ല. ഈ മതേതരത്വം എന്നുള്ള വാക്കുകൊണ്ട് താങ്കൾ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. BJP-ക്കെതിരെയെന്നോ ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരെയെന്നോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ആ രണ്ട് ഇതും ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ജനാധിപത്യം സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്, മതേതരത്വം സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള അർത്ഥത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിയെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. കേരളത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഈ തെരഞ്ഞെടുപ്പ് പുതുതായി ഉണ്ടാവും സാർ? ഈ BJP ഒക്കെ കൂടുതൽ സീറ്റുകൾക്ക് വേണ്ടി വലിയ ശ്രമം നടത്തി. ഇന്നലെ സുരേഷ് ഗോപി തന്നെ അങ്ങേ കണ്ട് വരികയൊക്കെ ചെയ്തിരുന്നു. അതെല്ലാവരും വന്ന് കണ്ടിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം ഇതേ പറഞ്ഞോളൂ. സമദൂരമാണ്. ഞാൻ ഇഷ്ടമുള്ളവർക്ക് ഞങ്ങളുടെ ആളുകൾക്ക് വോട്ട് ചെയ്യാം. അവർ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ള ആളുകളാണ്. ആളുകളെ നോക്കി വേണ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ രാജ്യത്തിന് ഗുണകരമായ ആളുകളെ അവർക്ക് ഇഷ്ടമനുസരിച്ച് ജയിപ്പിക്കാൻ വോട്ട് ചെയ്യാൻ ഉള്ള ഒരു ആഹ്വാനമാണ് NSS. അത് രേഖാമൂലമല്ല, മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ വിജയം സുനിശ്ചിതമെന്ന് കുട്ടനാട് MLA തോമസ് കെ തോമസ്. കൂടുതൽ വികസനം കുട്ടനാട്ടിൽ എത്തുന്നതിന് ഇത് ആവശ്യമാണെന്നും MLA കൂട്ടിച്ചേർത്തു. പാർലമെന്റ് അംഗത്തിൽ നിന്നും കൂടുതൽ വികസനങ്ങൾ കുട്ടനാടിന് കിട്ടേണ്ടതുണ്ടെന്നും തോമസ് കെ തോമസ് MLA പറഞ്ഞു. ചേന്നഗിരി ദേവമാതാ ഹൈസ്കൂളിലെ 67 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം KCV ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിജയം സുനിശ്ചിതമാണ്, ഞങ്ങൾക്ക് അതിനകത്ത് സംശയമൊന്നുമില്ല. കാരണം അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളെ പോലെ അല്ല, ഹൈമാക്സ് ലൈറ്റിൻ്റെ വികസനമല്ല കുട്ടനാട്ടിൽ വരുന്നത്. വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് CA അരുൺകുമാറിന് സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തമ വിശ്വാസം. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള ആൾക്കാരും അതുപോലെ ഞങ്ങളെ സഹായിക്കുന്ന മറ്റുള്ളവരും എല്ലാ സഭാ നേതാക്കന്മാരും മറ്റ് പ്രിയപ്പെട്ടവരും രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാം ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ വളരെ നല്ല രീതിയിലുള്ളൊരു വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കറിയാം NDA ഗവൺമെൻറ് വളരെ മോശമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിന് ബദലായി സംസാരിക്കുവാൻ കഴിവുള്ള ജോൺ ബ്രിട്ടാസിനെ പോലെ അതുപോലെ മറ്റ് കഴിവുള്ള മാരിഫിനെ പോലെ കഴിവുള്ള ആൾക്കാർ പോയെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അരുൺകുമാർ അഡ്വക്കേറ്റാണ്, വളരെ കഴിവുള്ള വ്യക്തിത്വമാണ്. വളരെയധികം ജനത്തെ സ്നേഹിക്കുകയും ജനങ്ങളോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നൊരു വ്യക്തിത്വമായതുകൊണ്ട് അദ്ദേഹം NDAക്ക് ഒരു മറുപടി കൊടുക്കുവാനായിട്ട് അവിടെ പാർലമെൻറ്റിൽ നല്ല രീതിയിൽ നരേന്ദ്രമോദിയോട് എതിർത്ത് സംസാരിക്കാൻ കഴിവുള്ള അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് അയക്കണം എന്നുള്ളതാണ് ഞാൻ. കടുത്ത വേനലിനെ അവഗണിച്ചും ആവേശകരമായ തെരഞ്ഞെടുപ്പാണ് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ നടക്കുന്നതെന്ന് അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA പറഞ്ഞു. ചങ്ങനാശ്ശേരിയിലെ പോളിംഗ് വളരെ മികച്ച രീതിയിൽ നടക്കുന്നു. കാലാവസ്ഥ വളരെ ചൂടാണെങ്കിലും ജനങ്ങളെല്ലാം നല്ല ആവേശത്തോടെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. രാവിലെ തൊട്ട് നമ്മുടെ എല്ലാ ബൂത്തുകളിലും നല്ല രീതിയിൽ ജനങ്ങളുടെ ക്യൂ ഉണ്ട്. ജനാധിപത്യ അവകാശം വിനിയോഗിക്കുവാൻ ആളുകൾ കാണിക്കുന്ന പ്രത്യേക താല്പര്യത്തിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. കൂടുതലുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മലകുന്നം ഗവൺമെന്റ് LP സ്കൂളിലായിരുന്നു ജോ മൈക്കിൾ സമ്മതിദാനാവകാശം നിർവഹിച്ചത്. തിരഞ്ഞെടുപ്പിനെ വിലയിരുത്തി കുട്ടനാട്ടിലെ പ്രമുഖ നേതാക്കൾ. കേന്ദ്രത്തിൽ NDA വീണ്ടും അധികാരത്തിൽ വരുമെന്ന് BJP നേതാവ് TK അരവിന്ദാക്ഷൻ. മതാധിപത്യ രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ഡോക്ടർ KC ജോസഫ്. കേന്ദ്രത്തിലെ 10 വർഷത്തെ നരേന്ദ്രമോദി ഭരണത്തിന് അനുകൂലമായ ചലനമാണ് തിരഞ്ഞെടുപ്പിൽ കാണാനാവുന്നതെന്ന് BJP നേതാവ് TK അരവിന്ദാക്ഷൻ പറഞ്ഞു. രാജ്യത്ത് നടന്ന വികസന പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ കുട്ടനാട്ടിലേക്ക് എത്തിയിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ മാവേലിക്കര ലോക്സഭാ മണ്ഡലം മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേന്ദ്രത്തിലെ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദി ഭരണത്തിന് അനുകൂലമായിട്ടുള്ളൊരു ചലനമാണ് കാണുന്നത്. ധാരാളം ആളുകൾ പുതിയ വോട്ട് രേഖപ്പെടുത്താതെ നിഷേധാത്മകമായി നിന്നിരുന്ന ആളുകളൊക്കെ തന്നെ ഇപ്രാവശ്യം കൂടുതൽ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. 10 വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ്റെ ഭാഗമായിട്ട് നാട്ടിലുണ്ടായിട്ടുള്ള വികസനം, ആ വികസനത്തിൻ്റെ ഭാഗം പെടാത്ത പ്രദേശങ്ങളാണ് നമ്മുടെ കുട്ടനാട് അടക്കമുള്ള മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലം. അപ്പോൾ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു മാറ്റം വരണമെന്നാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇതിനൊക്കെ വ്യത്യസ്തമായി ഈ പാർലമെൻറ്റ് മണ്ഡലം വളരെ പിന്നോക്കവും ഒക്കെ പോകുന്നു. നമ്മുടെ കുട്ടനാട് അടക്കമുള്ള പ്രദേശങ്ങൾ ഭയങ്കരമായി മാലിന്യങ്ങളും നദികളും ഒക്കെ പോളയും ഒക്കെ കയറിക്കിടക്കുന്നു. കാർഷിക മേഖലയിലെ നിരവധി പ്രശ്നങ്ങൾ, ഇത്രയും രൂക്ഷമായ കുട്ടനാട്ടിലെ കുടിവെള്ള പ്രശ്നങ്ങൾ, അപ്പോൾ ഈ കുടിവെള്ള പ്രശ്നങ്ങളും കാർഷിക മേഖല വിഷയങ്ങളുമൊക്കെ ശരിക്കും കുട്ടനാടൻ ജനതയും അപ്പർ കുട്ടനാടൻ ജനതയൊക്കെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ള ഒരു നിലപാട് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെതിരെയും ഇവിടുത്തെ MP-ക്കെതിരെ ശക്തമായൊരു വിധി എടുത്തുണ്ടാകും. ഇന്ത്യയെ മതാധിപത്യ രാഷ്ട്രമാക്കി മാറ്റാനുള്ള BJPയുടെ ശ്രമങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനം മറുപടി പറയുമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് ചെയർമാൻ ഡോക്ടർ KC ജോസഫ് അഭിപ്രായപ്പെട്ടു. നമ്മുടെ ഭാരതത്തിൻ്റെ ഭാവിയെ നിർണായകമായി നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ മതേതരത്വ സ്വഭാവം നിലനിർത്തി ജനങ്ങളാകെ ഒന്നായി മതത്തിനും ജാതിക്കും അതീതമായി എല്ലാവരും അതുപോലെ കണ്ടുകൊണ്ട് പോകുന്ന ഒരു രാജ്യം ആ നിലയിൽ കൊണ്ടുപോകുന്നതിന് ആവശ്യമായ സംവിധാനം ഉണ്ടാകുന്നതിന് പകരം കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലിരുന്ന BJP ഗവൺമെൻറ് ഇന്ത്യയെ ഒരു മതാധിപത്യ രാഷ്ട്രമാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെതിരായുള്ള ജനങ്ങളുടെ വലിയ ശക്തമായ വിലയിരുത്തായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ്. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി പഞ്ചായത്തിന്റെ ഭാഗമായ കുമരംകരിയിൽ പക്ഷിപ്പനി സംശയിക്കുന്നതായി റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 5000-ഓളം താറാവുകളാണ് ഇവിടെ ചത്തുവീണത്. നെടുമുടി സ്വദേശിയായ കുഞ്ഞുമോൻ എന്ന കർഷകന്റെ താറാവുകളാണ് ചത്തുവീണത്. 14,000-ഓളം താറാവുകളെയാണ് കുഞ്ഞുമോൻ ഇവിടെ തീറ്റയ്ക്കായി എത്തിച്ചിരുന്നത്. പക്ഷിപ്പനിയാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിനായി സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. താറാവിനെ പരിചരിച്ചവരുടെ സ്രവങ്ങളും പരിശോധനയ്ക്കായി എടുത്തുവെന്ന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞു. കഴിഞ്ഞ 19-ാം തീയതിയാണ് ഈ വിവരം നമ്മൾ അറിഞ്ഞത്. ഇവിടെ താറാവ് ചാകുന്ന വിവരം നമ്മൾ അറിഞ്ഞത് 19-ാം തീയതി തൊട്ട് എല്ലാ ദിവസവും കുറേശ്ശെ താറാവ് ചാകുന്നുണ്ടായിരുന്നു. അന്ന് തൊട്ട് നമ്മൾ അറിഞ്ഞപ്പം തൊട്ട് നമ്മുടെ ഈ മേഖല സർവൈലൻസ് വെക്കുകയും നിരന്തരമായിട്ട് നമ്മൾ അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ജില്ലാ ടീം വിസിറ്റ് ചെയ്തു, വേണ്ട കൂടുതൽ മാർഗ്ഗനിർദ്ദേശങ്ങൾ നമുക്ക് തന്നു. ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പം ഇവിടെ നമുക്ക് 4 പേര് ഇവിടെ താറാവിനെ നോക്കുന്ന ആൾക്കാരുടെ സ്വാബ് എടുക്കുക. അതുപോലെ തന്നെ 3 പേര് ഇവിടെ തൊട്ടടുത്ത വീടുകളുള്ള ഡയറക്റ്റ് കോൺടാക്റ്റ് ഉള്ളവരുടെ സ്വാബ് ഇന്നെടുത്ത് നമ്മൾ പരിശോധനയ്ക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ഇവിടെ പക്ഷിപ്പനി സംശയിക്കുന്നുണ്ടെന്നും പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും ആരും നിർദ്ദേശിച്ചിരുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് പറഞ്ഞ എന്നാ പക്ഷിപ്പനി ഉണ്ട്, നിങ്ങൾ ജാഗ്രത പാലിക്കണം. ഈ വെള്ളം ഞങ്ങൾ കുളിക്കുന്നതുമല്ല, ഈ താറാവ് കിടക്കുന്ന വെള്ളം. നിങ്ങളെന്നാ മാസ്ക് വെക്കുക ഏത് വെക്കുക, ഒരു കാര്യം ഇവർ പറഞ്ഞില്ല. ഒരു മുന്നറിയിപ്പ് ഇവർക്ക് വരായിരുന്നല്ലോ. അസുഖമല്ലേ? രാവിലെ ഞാൻ പൂത്തായല്ല, ഞാൻ രാവിലെ മൂത്തി കയറാൻ ചിലപ്പോൾ എന്നോട് പറയും നിങ്ങൾ 17 വീട്ടുകാർ നിങ്ങൾ അങ്ങോട്ട് കയറിയെത്തുന്നു. ഞാൻ പറഞ്ഞ കാര്യമില്ല, അത് പക്ഷിപ്പനിയാണ്. അത് അറിഞ്ഞില്ലായിരുന്നു ഇതുപോലെ വണ്ടി പോകുന്നുണ്ട്, ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ചോദിച്ചാൽ പറഞ്ഞ മരുന്ന് കൊടുക്കാൻ പോയതാ, പിന്നെ എത്ര ചത്തറിയാൻ വേണ്ടി പോയതാ. അപ്പോൾ ഡോക്ടറോടും ചോദിക്കുന്നുണ്ട്, ഇവിടെ ഒരു നേഴ്സ് വരുന്നുണ്ട്, പുള്ളിക്കാരത്തോടും ചോദിക്കുന്നുണ്ട്. ഞാൻ തമാശയ്ക്ക് ചോദിക്കും, ആ ചേച്ചി എങ്ങനെ ഉണ്ട്? ഒരു വീട്ടിൽ ഒരു പറഞ്ഞിട്ടില്ല. രാവിലെ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്ത് ചെയ്യാൻ ഇവിടെ പക്ഷിപ്പനി നിങ്ങളായിരുന്നു വരെ. ഉദ്യോഗസ്ഥരെ വഴിയിൽ തടഞ്ഞു നിർത്തിയാണ് പ്രദേശവാസി തന്റെ പ്രതിഷേധം അറിയിച്ചത്. പക്ഷിപ്പനി സംശയിക്കുന്ന പ്രദേശമായ വാഴപ്പള്ളി കുമരംകരി നിവാസികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയായിരുന്നു വോട്ടെടുപ്പ്. വോട്ടർമാർ മാസ്ക് ധരിച്ചും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ PPE കിറ്റ് ധരിച്ചും സുരക്ഷിതത്വം തേടി. പാറാൽ വിവേകാനന്ദ സ്കൂളിലെ 52-53 ബൂത്തുകളിലായിരുന്നു പക്ഷിപ്പനി സംശയിക്കുന്ന പ്രദേശത്തുള്ള 52ഓളം പേർക്ക് വോട്ട് രേഖപ്പെടുത്തേണ്ടിയിരുന്നത്. കൊറോണ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന വിധം മാസ്ക് ധരിച്ചാണ് ഇവർ വോട്ട് ചെയ്യാനെത്തിയത്. മറ്റുള്ളവർ വോട്ട് ചെയ്ത് പോയതിനു ശേഷമായിരുന്നു ഈ പ്രദേശത്തുള്ളവർക്ക് വോട്ട് ചെയ്യാൻ അവസരമൊരുക്കിയതും. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരാകട്ടെ ഈ സമയത്ത് PPE കിറ്റും ധരിച്ചിരുന്നു. ഗൗരവമേറിയ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ KCB ന്യൂസ് പ്രതിനിധികളായ അജി ദാമോദറും ജോമോൻ കാവാലുവും അവിടെ എത്തിയിരുന്നു. ആ റിപ്പോർട്ടിലേക്ക്. പാറാൽ വിവേകാനന്ദ സ്കൂളിൽ പക്ഷിപ്പനി സംശയിക്കുന്ന സാഹചര്യത്തിൽ വോട്ടർമാർ മാസ്ക് ധരിച്ചും പോളിംഗ് ഉദ്യോഗസ്ഥർ PPE കിറ്റ് ധരിച്ചുമാണ് വോട്ടിംഗ് ഇവിടെ പുരോഗമിക്കുന്നത്. ഏകദേശം 5 മണി കഴിഞ്ഞിട്ടാണ് ഈ പക്ഷിപ്പനി സംശയിക്കുന്ന അല്ലെങ്കിൽ താറാവുമായിട്ട് ഇടപെടൽ ഉണ്ടായ സാഹചര്യത്തിലുള്ള ആൾക്കാർക്ക് ഇവിടെ വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അവർക്ക് സാനിറ്റൈസറും മറ്റ് ക്രമീകരണങ്ങളും ചെയ്യുന്നുണ്ട്. ഏതായാലും പക്ഷിപ്പനി സംശയിച്ച സാഹചര്യത്തിൽ രോഗബാധ തടയുന്നതിനായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും സന്നദ്ധരായി എന്നത് വിലപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പോളിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ UDFന് അനുകൂലമായ തരംഗമാണ് കാണാനായതെന്ന് മാവേലിക്കര പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ മാത്രമേ ഇന്ത്യയിൽ മതേതരത്വവും ജനാധിപത്യവും കാത്തുസൂക്ഷിക്കാൻ കഴിയൂവെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. കൊട്ടാരക്കര ടൗൺ UP സ്കൂളിലെ 83-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ്. പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകൾ മതേതര വിശ്വാസികളിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും വിലക്കയറ്റവും തൊഴിലില്ലായ്മയുമാണ് കേരളത്തിലും തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ പോളിംഗിന്റെ തുടക്കം മുതൽ തന്നെ UDFന് അനുകൂലമായ ട്രെൻഡാണ് കാണുന്നത്. ഞാനിപ്പോൾ പത്തനാപുരം മണ്ഡലത്തിൽ ഏതാണ്ട് 10ഓളം ബൂത്തുകൾ സന്ദർശിച്ചിട്ടാണ് കൊട്ടാരക്കര വന്ന്
ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം UDFന്റെ ഒരു അനുകൂലമായ ട്രെൻഡാണ് കാണുന്നത്. ഒരിടത്തും UDFനെതിരായ ഒരു ട്രെൻഡ് കാണുന്നത്. കാരണം മാവേലിക്കരത്തോളം UDFന്റെ പ്രവർത്തനങ്ങൾ മുമ്പൊന്നും ഇല്ലാത്ത രീതിയിലുള്ള അഗ്രസീവായ പ്രവർത്തനം. അതിന് കാരണം ചാനലുകളുടെ സർവേയാണ്. കാരണം മാവേലിക്കരയിൽ UDFന് ഇത്തവണ വലിയ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സർവേകളും റിപ്പോർട്ടുകളൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വളരെ വിജിലൻ്റായിരുന്നു. ഞങ്ങളുടെ വർക്ക് മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള വർക്ക്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടന്നിരിക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലം UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടന്നിരിക്കുന്ന ഒരു മണ്ഡലം മാവേലിക്കരയായിരിക്കും എന്നാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ കണക്കൂട്ടും. ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, ദേശീയ തലത്തിൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യങ്ങൾ. അതൊന്ന്, മോദി സർക്കാരിന്റെ 10 വർഷത്തെ ഭരണത്തിന്റെ അസംതൃപ്തിയാണ്. ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവനകൾ പ്രധാനമന്ത്രിയുടെ അന്തസ്സിനോ പദവിക്കോ ചേർന്നതല്ല. അപ്പോൾ അത് തീർച്ചയായും ഈവൻ അത് മതന്യൂനപക്ഷങ്ങൾക്കെതിരെയാണ് അദ്ദേഹം നടത്തിയ പ്രസ്താവനയെങ്കിലും അത് ഭൂരിപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട മതേതര വിശ്വാസികളിൽ പോലും അത് അതൃപ്തി ഉണ്ടാക്കി എന്നുള്ളതാണ് ഒന്നൊക്കെ. BJPയുമായി CPMന് പലതരത്തിൽ ബന്ധങ്ങളുണ്ടെന്ന് തങ്ങൾ പണ്ടേ പറഞ്ഞതാണ്. കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വെളിപ്പെടും. സംഖ്യ വ്യക്തമായി പറയാനാവില്ലെങ്കിലും പ്രവചനാതീതമായ ഭൂരിപക്ഷമാവും തനിക്ക് ഇത്തവണയെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. ഭൂരിപക്ഷം ഞാൻ നേരിട്ട് പ്രവചനാതീതമായ ഭൂരിപക്ഷമായിരിക്കും. ഇപ്പൊ പറയാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു സംഖ്യ ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രവചനാതീതമായ ഭൂരിപക്ഷമായിരിക്കും. അത് കൂടിയാലും കുറഞ്ഞാലും പ്രവചനാതീതം എന്ന ആ വാക്കിന് പാർട്ടി ഒരു തവണ കൂടി മത്സരിക്കണമെന്ന് പറഞ്ഞതിനാലാണ് മത്സരിക്കാൻ തയ്യാറായത്. കടുത്ത പോരാട്ടം തന്നെയാണ് മുമ്പും ഉണ്ടായിട്ടുള്ളത്. ഇത്തവണയും അങ്ങനെ തന്നെയാണെന്നും എന്നാൽ പതിവ് പോലെ വിജയം UDFന് തന്നെയാവുമെന്നും കൊടിക്കുന്നിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളുടെയും മുന്നൊരുക്കങ്ങളുടെയും ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കർശന പരിശോധനകളാണ് സംസ്ഥാനത്ത് നടന്നത്. കോട്ടയം, ആലപ്പുഴ ജില്ലകളുടെ അതിർത്തിയായ കുറിച്ചി, കരുനാട്ടുവാലയിൽ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കെത്തിയ ഉദ്യോഗസ്ഥർ കൊടും ചൂടിലും തങ്ങളുടെ ജോലി ഭംഗിയായി നിർവഹിച്ചു. കരുനാട്ടുവാല പാലത്തിന്റെ താഴെയാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് ഇത് ആലപ്പുഴ ജില്ലയും പാലം കഴിഞ്ഞാൽ കോട്ടയം ജില്ലയാണ്. അപ്പോൾ ഇവിടെ ഡ്യൂട്ടിക്കുള്ള മാഡത്തിനോട് നമുക്ക് ചോദിക്കാം. അവർ ഈ വെയിലത്തും ഈ കൊടിയ ചൂടിലും ദിവസങ്ങളായിട്ട് ഇവിടെ തന്നെ ഇന്ന് സ്റ്റേ ചെയ്ത് ഈ മരത്തണൽ മാത്രമാണ് അവർക്ക് ആകെയുള്ള ഒരു ആശ്വാസം. മാഡം, ഇന്ന് 6 മണിയോടുകൂടി നിങ്ങളുടെ ഡ്യൂട്ടി തീരുമല്ലോ? കഴിയുന്ന 6 മണിയോടുകൂടി കഴിയും. ഞങ്ങൾ ഈ പോയിന്റിൽ ഒരു 4-ാം തീയതി മുതൽ തുടങ്ങിയതാണ്. നമുക്കൊരു 2 ദിവസം കഴിഞ്ഞ ഉടനെ നമുക്ക് ടെന്റും കാര്യങ്ങളും എത്തിച്ചു തന്നു. നമ്മുടെ എക്സ്പെൻഡിച്ചർ ഒബ്സർവർ വന്ന ഉടനെ തന്നെ നമ്മുടെ ഈ ഒരു പോരായ്മ കണ്ട ഉടനെ തന്നെ പരിഹരിച്ചു തന്നു. കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെയുള്ള ആൾക്കാർ നല്ല സഹകരണമാണ്. നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും. ഇവിടെ മാലിത്ര എന്ന് പറഞ്ഞൊരു വീടുണ്ട്. അവരൊരു വീട് തന്നെ നമുക്ക് സൗകര്യം. നമ്മളങ്ങനെ അധികം പോകാറില്ല. എങ്കിൽ ഇവിടെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ സമാധാനപരമായിട്ടാണ് മൊത്തത്തിൽ ഇത്രയും ദിവസങ്ങളും കടന്നു പോകൊണ്ടിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്പർ നോട്ട് ചെയ്യുക, പിന്നെ അഡ്രസ്സും കാര്യങ്ങളും നമുക്ക് ഫോട്ടോഗ്രാഫർ ഉണ്ട്. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വേറെ അസുഖം ഇത്ര ദിവസം പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും നമ്മുടെ ഡ്യൂട്ടികൾ കൃത്യമായിട്ട് ചെയ്തു. കൃത്യമായിട്ട് നമുക്ക് നൈറ്റ് ഉൾപ്പെടെ ഉണ്ട്. ഷിഫ്റ്റ് അനുസരിച്ച് മാർക്ക്. നമ്മൾ 3 പേരാണ് ഞങ്ങൾ. എന്നാലും ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള ഒരു ഈ കാലാവസ്ഥയുടെ ചൂടിന്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. വേറെ പിന്നെ നമുക്ക് ഏൽപ്പിക്കുന്ന ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ചൂടാണെങ്കിലും മഴയാണെങ്കിലും. ഓക്കെ. സമ്മതിദാന അവകാശം വിനിയോഗിക്കാനെത്തുന്ന കന്നി വോട്ടർമാരെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഏറെ പ്രത്യേകതകൾ ഉള്ളതാണ്. രാജ്യം ആര് ഭരിക്കണമെന്ന് അവർ കൂടി തീരുമാനിക്കും. കന്നി വോട്ടർമാർ KCV ന്യൂസുമായി തങ്ങളുടെ വോട്ടനുഭവം പങ്കുവയ്ക്കുന്നു. ഈരയിലെ NSS ഹൈസ്കൂളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ബൂത്തിലെ ഒരു കന്നി വോട്ടറാണ്. മോടെ പേരെങ്ങനെ? ലയ. വോട്ടിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിനു വേണ്ടി പിന്നെ നമ്മുടെ ഇതിൽ ചേർക്കാനും ഒക്കെ നേരത്തെ ഇറങ്ങിയോ? ആരെങ്കിലും വന്നിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യുമായിരുന്നു? എങ്ങനെയായിരുന്നു? നേരത്തെ ഇറങ്ങി കളക്ട് ചെയ്യാൻ ആൾക്കാർ വന്നായിരുന്നു. പിന്നെ നമ്മൾ പോയായിരുന്നു. ഇത് ഒരു ആത്മസംതൃപ്തി തോന്നുന്നുണ്ടോ വോട്ട് ചെയ്തിട്ട്? ഇത് അമ്മയെ സഹോദരി ആരാ കൂടുതലുള്ള? ഇപ്പൊ എത്ര വയസ്സായി? എന്ത് ചെയ്യുന്നു? പഠിക്കുവാണോ? പഠിക്കുക. ഏതായാലും ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയത്. നല്ല പ്രൗഡോടുകൂടിയാ നിൽക്കുന്നത്. എന്ന് കാണിച്ചേ. അങ്ങനെ നമ്മുടെ ഒരു കന്നി വോട്ടറുടെ ആദ്യത്തെ വോട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ജീവിതത്തിലെ മാറ്റങ്ങൾ അനിവാര്യമാണ്. ഒരു രാജ്യത്തിന്റെ കെട്ടുറപ്പെന്ന് പറയുന്നത് മതേതരത്വവും ജനാധിപത്യവുമാണ്. അത് മുന്നേറണമെങ്കിൽ നല്ല യുവത്വങ്ങൾ ഉണരണം. അപ്പോൾ അതിനായിട്ട് ഞാൻ സന്തോഷത്തോടുകൂടിയാണ് എൻ്റെ അവകാശങ്ങൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇത്തവണത്തെ വോട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്. ജൂബിലി മെമ്മോറിയൽ സ്കൂളാണ്, അതായത് നമ്മുടെ പാറയിൽ സ്കൂള്. ഇതിലെ ഒരു കന്നി വോട്ടറാണ്.
ആൻസ് മരിയ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു? ഞാൻ മാസ്റ്റർ യൂണിവേഴ്സിറ്റി പാലായിൽ 3rd ഇയർ നഴ്സിംഗ് വിദ്യാർത്ഥി. ഇപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി തന്നെ വന്നതാണ്? വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഈ വോട്ടർ പട്ടിക പേര് ചേർക്കാനൊക്കെ തന്നെ ചെയ്യുമായിരുന്നു? അക്ഷയയിൽ പോയി ചെയ്യുമായിരുന്നു. ഈ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് തോന്നുന്നു? ഭയങ്കര എക്സൈറ്റഡാണ്. ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് വായിച്ചു നോക്കാനാണ്. എന്നാലും ഉത്തരവാദിത്വം ചെയ്യുന്ന ഒരു തോന്നുന്നുണ്ടല്ലോ. തിരഞ്ഞെടുപ്പ് ദിനങ്ങൾ ചില കൗതുക കാഴ്ചകൾക്കും വേദിയാകാറുണ്ട്. ഈ വോട്ട് ദിനത്തിൽ കൗതുകം മാത്രമല്ല, ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രചോദനം കൂടിയാവുന്ന ഒരു ദൃശ്യമാണ് KCV ന്യൂസ് ഇനി സംപ്രേഷണം ചെയ്യുന്നത്. ഏവരും സമ്മതിദാനാവകാശം വിനിയോഗിക്കുമ്പോഴാണ് ജനാധിപത്യം സാർത്ഥകമാകുന്നത്. രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ പുതുതലമുറയിലെ വോട്ടർമാർക്കും പ്രധാന പങ്കുണ്ട്. ജനാധിപത്യ പ്രക്രിയയിൽ ലോകത്തിന് തന്നെ മാതൃകയാണ് നമ്മുടെ രാജ്യം. ബാലറ്റ് പേപ്പറിൽ നിന്ന് വോട്ടിംഗ് യന്ത്രത്തിലേക്കുള്ള മാറ്റം കണ്ടറിഞ്ഞ ചൂണ്ടുവിരലിൽ നിരവധി തവണ മഷി പുരണ്ട പഴയ തലമുറയും കന്നിവോട്ട് ചെയ്യാനെത്തുന്ന പുതുതലമുറയും ജനാധിപത്യത്തിൻ്റെ ഉത്സവം ആഘോഷമാക്കും. ആദ്യ വോട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ കൗതുകമാണ്. വിരലിൽ മഷി പുരളുവോളം അത് തുടരും. നിശ്ചയിച്ചുറപ്പിച്ച മനസ്സിൻ്റെ അംഗീകാരം യന്ത്രത്തിൽ തൊട്ടറിയിച്ച് ബൂത്ത് വിടുന്ന കൗമാരക്കണ്ണുകളിൽ പിന്നെ കാണാനാവുക അഭിമാന തിളക്കം. ഇന്ത്യൻ പൗരന്റെ എല്ലാ അവകാശത്തോടെയും ചൂണ്ടുവിരലിലെ മഷിയടയാളം അവർ ഉയർത്തിക്കാട്ടും. നിരവധി തവണ മഷി പുരണ്ട ചുളിഞ്ഞ വിരലുകൾ ഉയർത്തി പഴമയും ആവേശം കൊള്ളും. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കഥയില്ലാ തർക്കങ്ങളോ നേതാക്കളുടെ അഴിമതി കഥകളോ മുന്നണികളുടെ പ്രചാരണ തന്ത്രങ്ങളോ അവരെ ആ നിമിഷങ്ങളിൽ ലവലേശം ബാധിക്കില്ല. തങ്ങളുടെ വിലയേറിയ വോട്ട് രാജ്യത്തിൻ്റെ ഭാവി ശോഭനമാക്കട്ടെ എന്ന് കിടപ്പ് രോഗികൾ പോലും ആശിക്കുന്നു. ഇതിനിടെ ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രചോദനമാകുന്ന നിരവധി ദൃശ്യങ്ങളും കാണാനാവും. അത്തരമൊരു കാഴ്ചയിലേക്കാണ് KCV ന്യൂസ് പ്രതിനിധികളായ സനോജ് ഷാജിയും രാജേഷ് സോമനും പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കിടങ്ങ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 39 നമ്പർ ബൂത്തിലെ ഒരു വ്യത്യസ്ത കാഴ്ചയാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 79 വയസ്സുള്ള സരോജിനിയമ്മയും 19 വയസ്സുള്ള വിനയും ഒരേപോലെ വോട്ട് ചെയ്ത് ഒരു വ്യത്യസ്ത കാഴ്ച നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. 2 കാലഘട്ടങ്ങളിലെ 2 രീതിയിലുള്ള വോട്ടിംഗ് സമ്പ്രദായങ്ങൾ, ബാലറ്റിലൂടെയും വോട്ടിംഗ് മെഷീനിലൂടെയാണ് ഇപ്പോൾ 2 അവസ്ഥകളിൽ ജീവിച്ചവരാണിവർ. വിനയ മോനെ, എന്താണ് പുതിയ കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ ഒരു യുവത്വത്തിൻ്റെ തോന്നൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് മനസ്സിൽ ആഗ്രഹിക്കുന്നത്? എങ്ങനെയായിരിക്കണം ഈ രാജ്യം? എൻ്റെ ഇത് ആദ്യത്തെ വോട്ടാണ്. എനിക്ക് അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഈ രാജ്യത്തിൽ എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിൽ എനിക്ക് ഉത്തമനായിട്ട് തോന്നിയ ആളെയാണ് ഞാൻ വോട്ട് ചെയ്തേക്കുന്നത്. അമ്മ, ബാലറ്റിലൂടെയും വോട്ട് ചെയ്തിട്ടുണ്ട്, ഈ വോട്ടിംഗ് മെഷീനിലൂടെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിലെല്ലാം നിരവധി വോട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എങ്ങനെയാണ് അമ്മ ഈ വോട്ടിങ്ങിലൂടെ പ്രതികരിക്കുന്നത്? ഇപ്പോഴുള്ള അവസ്ഥയിൽ ഇനിയും നല്ലൊരു കാലഘട്ടം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ജനങ്ങൾ എല്ലാവരും ദുരിതങ്ങൾ അനുഭവിക്കുകയാണ്. പുറത്തിറങ്ങാൻ പറ്റത്തില്ല. മക്കൾ പുറത്തിറങ്ങിയ തിരിച്ചു വരുമോ എന്ന് ഭയമാണ്. അതിനുള്ള മാറ്റങ്ങളുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. പുതുതലമുറയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കാതിരിക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കഴിയണം. ഒപ്പം അവരെ ഓർത്ത് ആശങ്കപ്പെടുന്നവരെ ചേർത്ത് നിർത്താനുമാവണം. സമ്മതിദാന അവകാശം വിനിയോഗിച്ച് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കൊടും ചൂടിലും പോളിംഗ് ബൂത്തിലേക്കെത്തിയ യഥാർത്ഥ യജമാനന്മാർക്ക് KCV ന്യൂസിൻ്റെ അഭിനന്ദനങ്ങൾ. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6650 രൂപ, പവന് 53,200 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.